ഓജോ ബോർഡ്. വായനാശീലം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാക്കിയ എൻ്റെ ഫേവറേറ്റ് എഴുത്തുകാരനായ അഖിൽ പീതർ ബച്ചൻ്റെ ആദ്യ നോവൽ. അക്ഷരങ്ങളുടെ ലോകത്ത് അദ്ദേഹത്തിനൊരു മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത പുസ്തകമാണ് ഓജോ ബോർഡെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. നോവലിൻ്റെ ജോണറിനെ പറ്റി കൂടുതൽ വിവരിക്കേണ്ട ആവശ്യമില്ല, കാരണം പുസ്തകത്തിൻ്റെ പേരിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ്. ആദ്യ ചാപ്റ്റർ മുതൽ അവസാന പേജ് വരെ ഹൊറർ എലമെൻസിനാൽ സമ്പന്നമാണ് ഈ ഓജോ ബോർഡ്. കഥയിലേക്ക് വന്നാൽ, കാനഡയിലെ ഒരു ന്യൂസ് ചാനൽ അവരുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഭാഗമായി പ്രേതങ്ങളെപ്പറ്റി റിസർച്ച് ചെയ്യാൻ അലക്സ് എന്നൊരു ചെറുപ്പക്കാരനെ കേരളത്തിലേക്ക് അയക്കുന്നു. കേരളത്തിലെത്തിയ അലക്സ് അവിടെ ഒരു പാർക്കിൽ വെച്ച് ബിനോയിയെ പരിചയപ്പെടുന്നു. ആ സംസാരത്തിന് ശേഷം അലക്സ് താമസിക്കുന്ന വീടിനെക്കുറിച്ചുള്ള ചില ഭയാനകമായ കാര്യങ്ങൾ ബിനോയ് കണ്ടെത്തുന്നു. അറിഞ്ഞ കാര്യങ്ങൾ എത്രയും വേഗം അലക്സിനെ അറിയിച്ചപ്പോഴേക്കും അലക്സ് ആവേശഭരിതനാകുകയാണ് ചെയ്തത്. തൻ്റെ റിസർച്ച് തുടങ്ങാൻ ഏറ്റവും നല്ല ഓപ്ഷൻ ആ വീട് തന്നെയാണെന്ന് അലക്സ് തീരുമാനിക്കുകയും ചെയ്തു. സഹായത്തിനായി ബിനോയും സുഹൃത്തുക്കളും കൂടെ ചേരുന്നതോടെ ഓജോ ബോർഡ് തീർത്തും ത്രില്ലർ മൂഡിലേക്ക് മാറുന്നു. ഒരു ഓജോ ബോർഡിൻ്റെ സഹായത്താൽ ആ വീടിനകത്തുള്ള പ്രേതശല്യത്തിൻ്റെ കാരണം കണ്ടെത്തി അതിനുള്ള പരിഹാരം ചെയ്യാനുള്ള അവരുടെ നെട്ടോട്ടമാണ് ഈ നോവലിലൂടെ അഖിൽ പറയുന്നത്. എല്ലാത്തിനൊടുവിൽ രണ്ടാം ഭാഗത്തിന് ഒരു ടൈലൻ്റ് ഇട്ടിട്ടാണ് അഖിൽ ഈ നോവൽ അവസാനിപ്പിച്ചത്. നാളിതുവരെയായിട്ടും അതിനെപ്പറ്റി ഒരു അപ്ഡേറ്റും ഇതുവരെ ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഡിയർ അഖിൽ, എലിസബത്തിൻ്റെ വരവിനായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്.